അഭിഷേകം എനിക്ക് വേണം, ഒരു പുത്തൻ അഭിഷേകം, പുത്തൻ അഭിഷേകം. ഹല്ലേലൂയ. ആരൊക്കെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അത് തരാൻ കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ. അതാ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ചെയ്തത് അധികം നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തത് അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറയാൻ കാരണം അതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ജീവിക്കണമെങ്കിൽ പഴയ അഭിഷേകത്തിൽ നിന്നാൽ കാരണം ഹല്ലേലൂയ ഒക്കില്ല. ഒരു പുതിയ പുത്തൻ അഭിഷേകം വേണം, ഒരു പുതുപുത്തൻ അഭിഷേകം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തെ തരണം ചെയ്യുവാൻ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അപ്പാ എനിക്ക് ഈ അഭിഷേകം പോരപ്പാ, എനിക്ക് ഈ അഭിഷേകം പോരാ, എനിക്ക് ഈ അഭിഷേകം പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ പുത്തൻ അഭിഷേകം, ഒരു പുതിയ പുത്തൻ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഉള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീട്ടല്ലാതെ കടപ്പാനാവരുതേ, നീട്ടല്ലാതെ കടപ്പാനാവരുതേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീട്ടല്ലാതെ കടപ്പാനാവരുതേ, നീട്ടല്ലാതെ കടപ്പാനാവരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. ഒരു പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് അത് റിസീവ് ചെയ്യുന്നു അറിയില്ല. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുന്ന കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. സർവ്വ സൃഷ്ടികൾ ഒന്നായി പുകഴ്ത്തുന്ന കർത്താവിനെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ.
സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്നു സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടും സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എല്ലാ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എല്ലാ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകനും കാലഗീതവുമവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകനും കാലഗീതവുമവൻ. നല്ല വൈദ്യരും ദിവ്യൗഷധവുമേ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യരും ദിവ്യൗഷധവുമേ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടൽ കൊള്ളം കൊള്ളുന്നേ. എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടൽ കൊള്ളം കൊള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കോ സഹായകൻ കാലഗീതവുമവൻ. രോഗശയ്യയിൽ എനിക്കോ സഹായകനും കാലഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. വിശപ്പുള്ളോ കലങ്ങതായ കൊല്ലുന്ന മരണത്തിൻ ഘോരതര, വിശപ്പല്ലോ കലങ്ങതായ ഇനി ചെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലേ നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. മണ്ണിലല്ലേ നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി പിന്നീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ ഞാൻ പാച്ചിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശു ജീവിക്കുന്നു. Hallelujah.
ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ മധ്യേ ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് ഹല്ലേലൂയ നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ ആ സാന്നിധ്യം ഹല്ലേലൂയ ഓ അനുഭവിച്ചറിയുന്നവർ ഓ ഉള്ളങ്ങളെ തുറന്ന് സ്തുതികളെ അർപ്പിക്കാം അന്യഭാഷകളിൽ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സ്വർലോകനാഥനാം മശിഹാ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ ഹല്ലേലൂയ 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 തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ കോടി തൻ ദൂത സൈന്യവുമായി നീതരോടനായി വരും നിലാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ ഹല്ലേലൂയ ഹല്ലേലൂയ
കൊടി ദൂതന്മാര് വെളിപ്പെടുവെന്നുണ്ട് ചെയ്ത കർത്താവ് വരുവാൻ സമയമായിരിക്കോ. പരിശുദ്ധൻ മഹോന്നതനായവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഈ രാത്രികാലം ജനത്തിന് മധ്യയുള്ളതിനാ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭുവായവ ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനോ ദിവ്യ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നറിഞ്ഞ ചെയ്ത കർത്താവ് മഹത്വത്തിന്റെ രാജാവിരാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാല് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. രാജാതിരാജാവായവൻ കർത്താതി കർത്താവായവേ ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാല് നമുക്കവനെ സ്തുതിച്ചു കൊണ്ടിരിക്കാം, നമുക്കവനെ ആരാധിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഓ സ്തുതി സ്തോത്രയാഗങ്ങളെ ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ പാദപീഠത്തിൽ താണിരിക്കുമ്പോൾ ഈ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് ബെറ്റി സഹോദരിയും ബിനുവരും പ്രാർത്ഥിച്ചാട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവാൻ ദൈവമേ അപ്പാ ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ചയുടെ കർത്താവേ രാത്രി സമയത്ത് ഹല്ലേലൂയ കർത്താവേ സഭയായിട്ട് അടുങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവേ ഹല്ലേലൂയ രാത്രികാലം പാടി ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം 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 കർത്താവേ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കാലം കർത്താവ് ഹല്ലേലൂയ സഭയാൻ കുടുംബത്തെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. ഞങ്ങളായിരുന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമാകുന്ന കരം കൂടെ ഇരുന്നല്ലോ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നൃത്തങ്ങളും പ്രയാസങ്ങളൊന്നും വരാതെ വണ്ണം ദൈവം അത്ഭുതമായി ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സഭയായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി, പരിപാലനത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കർത്താവേ. ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സഭയായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിലെ കുറവശങ്ങളൊന്നും ഓർക്കാതെ വണ്ണം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കർത്താവേ ഹല്ലേലൂയ കർത്താവേ കരം ഞങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകലവിധമായ കുറവശങ്ങളെയും കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഒരിക്കൽ കൂടെ കർത്താവേ ഞങ്ങളെ കഴുകി ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തി കരങ്ങളിലാക്കി ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ കർത്താവേ ജനത്തെയും അവിടുത്തെ കരങ്ങളിലാക്കി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് എല്ലാവരെയും കരങ്ങളിലാക്കി ഏൽപ്പിക്കുന്നു കർത്താവേ. സഭയാൾ കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗം അറിയുന്നല്ല കർത്താവേ. ഹല്ലേലൂയ.
കർത്താവെ ഹാലലിയ കർത്താവെ പലവിധ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കർത്താവെ പലവിധ ആവശ്യങ്ങളുടെയും മേലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും കർത്താവെ ആവശ്യങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പെടുവാനിടയാക്കണമേ. വ്യക്തിപരമായിട്ടുള്ള കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ആത്മാക്കൾ ഓരോ ദിവസവും കടന്നു വരുവാൻ ദൈവമിടയാക്കണമേ എന്ന് ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് കർത്താവെ തരുവാൻ കർത്താവെ ഹാലേലിയ കർത്താവെ ഞങ്ങൾ തന്നെ ശുദ്ധീകരിക്കുവാൻ ഹല്ലേലിയ ഞങ്ങളുടെ കുറവുകളൊന്ന് മനസ്സിലാക്കുവാൻ കർത്താവിന് രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലേലിയ. അതിനുവേണ്ടി കർത്താവെ അഭിഷക്തന്മാരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുചാച്ചക്കാരെല്ലാം കർത്താവിന്റെ കരങ്ങളിലാ കേൾപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെല്ലാം ദൈവം കാക്കണം, സൂക്ഷിക്കണം, പരിപാലിക്കണം. ഇന്ന് കർത്താവെ ആരാധനയിൽ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ജോലി സ്ഥലങ്ങളിലും കർത്താവെ ഹാല്യ ഭവനത്തിലുമായിരിക്കുന്നവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഹാലേലിയ രാത്രികാലം കർത്താവെ ഹാലേലിയ പാർത്തോടെ പ്രയാസത്തോടെ ആരും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹാലേലിയ അവിടുത്തെ കർത്താവെ ദൈവിക സന്തോഷം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ഹാലേലിയ യേശുവിന്റെ അത്ഭുതമാർന്ന കരം തൊട്ട് സൗഖ്യമാക്കി ഹാലേലിയ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായി കടന്നു പോകുവാൻ കർത്താവ് കർത്താവെ ഹാലേലിയ ദിവസം കേട്ടതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ വിശ്വാസത്തിൽ കർത്താവെ ഹാലേ വിശ്വസ്തനുള്ളവരായി ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലേലിയ. വിശ്വസത ഭൂമിയിൽ നിന്ന് വരുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് കർത്താവെ വരുന്ന കർത്താവെ വചനത്തിൽ കൂടെ ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. ഹാലേലുയ അല്പത്തിൽ വിശ്വസനായിരിക്കും അധികത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകൾ കർത്താവെ ഞങ്ങൾ വിശുദ്ധിയോട് ഒരുങ്ങുവാൻ ഹല്ലേലുയ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി വിശുദ്ധിയെ വെടിപ്പോട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലേലുയ. അനേകരുടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ അതിനുവേണ്ടി അപ്പന്റെ കരങ്ങളിലാ കേൾപ്പിക്കുന്നു. ആദ്യോടൊന്നും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാനിടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവമഹത്വം സ്വർഗം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം സ്തോത്രം. വാഴ്ത്തത്തിൽ വിശേഷനായ ദൈവമേ വാക്കുമാറാത്തനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന വെള്ളിയാഴ്ച ദിവസം ദൈവമേ ഈ ദൈവമേ ഈ സമയത്ത് ദൈവമേ ദൈവസന്നിധിയിലായിരിക്കുന്ന കൃപ കൊണ്ട് മാത്രമാണ് കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമേ അടിയങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ നിന്റെ കൃപ കൊണ്ട് വരാവുന്ന ഞങ്ങളെ കൃഷ്ണമണികളെ കാത്ത കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ ഹാലേലിയ സഭയെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കുറാണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കുറാണമേ. കർത്താവെ ദേവദാസനെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ അല്പസമയം ദൈവമേ നിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ ദൈവമേ നിന്റെ കൃപ കൊണ്ട് ചൊറിയുവാൻ ഇടയാക്കുറാണമേ. അടിയങ്ങളോട് സംസാരിക്കുവാൻ ഇടയാക്കുറാണമേ. അടിയങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കുറാണമേ. കർത്താവെ പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി 43-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 43 43-ാം സങ്കീർത്തനം. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? നിന്റെ പ്രകാശവും സത്യവുമായി ചേരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും.
എൻ്റെ ആത്മാവേ നീ വിശ്വാസിച്ചൊളിഞ്ഞിറങ്ങുന്നത് ദൈവത്തിൽ പ്രതി ആശ്രയിക്കുക. അവന്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. ഇങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണിരിക്കാം. നല്ല രാത്രികാലത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ആമേൻ. വിശേഷാൽ കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ഗ്ലാഡ്സിന് വീണ്ടും വരുന്നതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരങ്ങളൊക്കെയും നാട്ടിൽ കടന്നുപോയവരൊക്കെയും തിരിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിഷയം അറിയിക്കുവാനുള്ളത്. ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ദൈവം വെച്ചാൽ അടുത്ത ബുധൻ, വ്യാഴം, വെള്ളി എന്നീ 3 ദിവസങ്ങളിൽ നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. അതിനായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇന്ന് രാത്രി കാലം വായിച്ച ആ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ന്യായം ലഭിക്കാത്ത ഒരു ഭക്തൻ്റെ നിലവിളിയുടെ പ്രാർത്ഥനയുടെ ശബ്ദമാണ് ഈ 2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 3, 4, 5 വാക്യങ്ങൾ ആമീൻ പ്രാർത്ഥിച്ച ആമീൻ ദൈവത്തിൻ്റെ പൈതലിന് സ്വർഗത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നതായിട്ടുള്ള ആമീൻ സ്തോത്രവും ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടുന്ന വിഷയങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി കാലം ആമീൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ജീവിത സാഹചര്യങ്ങളിൽ ന്യായം ലഭിക്കാതിരിക്കുമ്പോൾ ആമേൻ എല്ലാവരും ആമേൻ നമ്മെ പകയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വന്തം സഹോദരന്മാർ പോലും തള്ളിക്കളയുമ്പോൾ, ആമേൻ കൂട്ടുകാരെല്ലാം ആമേൻ ദൂരെ തകർന്നിരിക്കുമ്പോൾ, ആമേൻ നമ്മുടെ ജോലി സ്ഥാനങ്ങളിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ നമുക്കെതിരായി നിൽക്കുമ്പോൾ, നമുക്ക് ലഭിക്കേണ്ട ന്യായം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, ആമേൻ ഒരു ഭക്തന് ചെല്ലുവാൻ ഒരിടമേയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ആമേൻ പാദപീഠം. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനം അതിനെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്, എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ലോകം മുഴുവൻ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഹല്ലേലൂയ. കണ്ണുനീർ രാവും പകലും ആമേൻ ഒരുപോലെ കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കാരണം കൂടാതെ നിന്നെ പതിക്കുന്നവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ 42-9-10 കൊണ്ടൊന്ന് വായിച്ചാട്ട്. ആമേൻ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട്, എന്റെ അസ്ഥികളെ തകർക്കുമെന്നും എന്നെ നിന്ദിക്കുന്നു. അസ്ഥികളെ തകർക്കുമെന്നും. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ കൊണ്ട് ആമേൻ ഒരു നടിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കും. മറ്റുള്ളവർ നമ്മെ പഴിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ ദുഷിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ, ആമേൻ അത് നമ്മെ ഭാരപ്പെടുത്തുവാൻ ഇടയാകും. നിന്റെ ഭാരവഹോടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തു. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കയില്ല എന്ന് അരുളിച്ചെയ്ത കർത്താവ് ഈ രാത്രി കാലവും നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്.
എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു എന്റെ ന്യായം പോയിരിക്കുന്നു. എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. ഞാനീ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിലവിളിക്കുന്നത് ഒന്ന് എൻ്റെ കർത്താവ് കാണുന്നില്ലയോ, കേൾക്കുന്നില്ലയോ? എൻ്റെ ഉപവാസം കർത്താവ് കാണുന്നില്ലയോ, കേൾക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ. എൻ്റെ ന്യായം എന്റെ ദൈവം കാണാതെ എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അരുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകും. ക്ഷീണത്തോടുകൂടി ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ബലപ്പെടുത്തുവാൻ അവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സ്തോത്രം. ബലഹീനനായി തളർന്ന അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവർ ഈ രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിന്റെ കൈകാലുകളെ ബലപ്പെടുത്തുന്ന ദൈവം മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കി നിന്റെ കാലുകളെ തീർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. 49 യെശയ്യാ പ്രവാചകൻ 49:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവിനെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും സ്ത്രീ മറക്കുമാരറിയ. നമ്മുടെ ഈ തലമുറയിൽ തന്നെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ കുഞ്ഞുങ്ങളെ സ്തോത്ര നദികളിൽ വലിച്ചെറിയുന്നു. ചിലർ ഭൂമിയിൽ ജീവനോട് കുഴിച്ചിടുന്നു സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി. നൊന്ത് പെറ്റ അമ്മ പോലും മറന്നു കളഞ്ഞാലും ആരറിയ. ഇന്ന് രാത്രി കാലം എന്നെയും നിന്നെയും മറന്നു കളയാത്ത ഒരു ദൈവം ആരറിയ. അത് യേശു മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു പ്രതിഫലമേച്ഛയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ അരുമനാഥൻ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. 51 യെശയ്യാ 57-8 വാക്യം കൊണ്ടത് വായിച്ചാട്ട്, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. മനുഷ്യരുടെ നിന്നെ ഭയപ്പെടേണ്ട. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതായിട്ട് വായിച്ചാട്ട്, അവരെ വസ്ത്രത്തെ പോലെ അരിച്ചുകളയും. നിന്നെ നിന്ദിക്കുന്നവരെ, നിന്നെ ദൂഷിക്കുന്നവരെ, ആമേൻ. സ്തോത്ര. പുഴു അവരെ വസ്ത്രത്തെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും തലമുറയായും ഇരിക്കും. ആമേൻ. 54 സങ്കീർത്തനം 7-8 അല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-7-8 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്,
അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, ക്രോധാക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് നിത്യതയോടെ നീ ദൈവത്തിൽ നകന്നുപോയ സമയത്ത്, ദൈവസന്നിധി കുറ്റക്കാരനായ സമയത്ത്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നീ ഏറ്റവും അകന്നുപോയ സമയത്ത്, നീ കുരുത്തക്കേട് കാണിച്ച സമയത്ത് ദൈവത്തിൻ്റെ ക്രോധം നിന്റെ മേൽ ജ്വലിച്ചു എങ്കിലും ഹല്ലേലൂയ, അവൻ അല്പസമയത്തേക്ക് നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞുവെങ്കിലും, അവൻ്റെ മുഖം നേരെ മറച്ചു എങ്കിലും, ദൈവത്തിൻ്റെ വയതിലെ നീ മടങ്ങിവെന്ന് നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. നിന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാനും നീയും ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ വിശ്വസിച്ച് ആശ്രയിച്ചിരിക്കുന്ന സംഗതിയിലേക്ക് മടങ്ങി വരാ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവനെ നടത്തുമാറാകട്ടെ, വിശുദ്ധ പർവ്വതത്തിലേക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവനെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് അതിന്റെ വായിച്ചാണ് ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ എന്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ ആത്മാവേ വിശ്വാസച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശം എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ, അതെന്നെ നടത്തുമാറാകട്ടെ. 42:5 വായിച്ചാട്ട്, എന്റെ ആത്മാവേ നീ വിശ്വാസച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയോ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനൊക്കെ വേണ്ടിയായി അവൻ്റെ മുഖപ്രകാശത്തിലായി തീരുവാൻ അവനെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുവാനൊക്കെ വേണ്ടിയാകും. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 34:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചോണ്ട് സീനായി പർവ്വതത്തിൽ നിറങ്ങി വരുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. നിന്റെയും എന്റെയും മുഖത്തിന് പ്രകാശമുണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ ഇരിക്കണം. മോശ പർവ്വതത്തിലേക്ക് കയറിച്ചത് 40 രാവും 40 പകലും ഭക്ഷണവും വെള്ളവുമില്ലാതെ ദൈവസന്നിധി കാത്തിരുന്ന പോലെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യൂ? കർത്താവിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാൻ വേണ്ടി അവനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, അവനെ കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും എൻ്റെയും നിൻ്റെയും മുഖം പ്രകാശിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും ആത്മാവ് ഒരിക്കലും വിഷാദിക്കേണ്ട അവസ്ഥ കർത്താവ് വരികയില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അതിന് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ വായിച്ചിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപട നീങ്ങി പോകും. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവുള്ള ഉടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിനെ ദേശനെ കണ്ണാടിയിൽ കൂടി പ്രേമിക്കുന്നവരായി
ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ഭയത്തിലെ എല്ലാ അന്ധകാരത്തിനും മൂടുപടങ്ങളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നമ്മെ വിട്ടുമാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിന്റെ ദാനമായി ആ സ്വർഗീയ പ്രകാശം നമ്മുടെ എല്ലാവരുടെ മേലും ഇന്ന് രാത്രികാലം ഉദിച്ചു വരുവാൻ വേണം. മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ കൂടി പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനൊക്കെ വേണം. കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന വാക്യങ്ങൾ പറഞ്ഞാട്ട് അതിനുശേഷം ആമേൻ സാക്ഷ്യം പറയുവാനുള്ളവർക്ക് സാക്ഷ്യം പറയുവാനുള്ള സമയമുണ്ട്. ദൈവം നമ്മെ സഹായിക്കും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരും മുടന്തരും കുതിച്ചുയരും. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
ബലപ്പെടുവാൻ വേണം കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സാക്ഷിവാദങ്ങളും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാത്തിന്മേലും കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേ. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരനുണ്ടല്ലോ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആമേൻ. കോൺട്രാക്ട് കമ്പനിയിൽ വർക്കില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അധ്വാനിൽ ഫലം ലഭിക്കാത്തവരുണ്ട്. എല്ലാവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും വിടുതലോടും കൂടെ ആയിരിക്കാൻ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ ഹല്ലേലൂയ അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചയ്ക്കായ ദേശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വരിക ഒരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി മാനിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാൻ തക്കവണ്ണിടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അഭിഷക്തി നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. തുടർന്നുള്ള സൂക്ഷിയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. സാധ്യത പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം ജീസസ്. സന്നിധിയിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും തിരുനാമത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കും ഭാഗ്യത്തിനുമായി സ്തോത്രം. അനേകർ ഇപ്രകാരം ഒരു ഭാഗ്യം പോലും ലഭിക്കാതെ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ 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 തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഭാഗ്യം പാട്ടുകൾ പാടുവാനായി ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥിപ്പാനായി കൃപ തന്നതിനായി സ്തോത്രം. കർത്താവേ, അതുപോലെ ദേവദാസന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായല്ലോ. വചനം ബലപ്പെടുത്തുവാൻ ധൈര്യപ്പെടുത്തുവാൻ ഞങ്ങൾ ഇടയാക്കണം. വിശേഷാൽ സാക്ഷ്യ വചനത്തിലൂടെ കർത്താവ് അനേകർ പ്രയർ റിക്വസ്റ്റുകൾ പറയുവാനിടയായല്ലോ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. എന്നാൽ ഞങ്ങൾ സഭയായിട്ട് ആ വിഷയങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. എല്ലാ പ്രയാസങ്ങളും മാറി കർത്താവെ സ്വസ്ഥമായിരിക്കാൻ ഞങ്ങൾക്ക് കൃപയും ഭാഗ്യവും നൽകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, അവരുടെ ആവശ്യങ്ങളോട് കൂടിയിരിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലും മറ്റ് സാഹചര്യങ്ങളുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകളായി സ്തോത്രം വരുന്ന ആളുകളിൽ അനേകമായി പ്രവർത്തിപ്പാൻ അവർക്ക് സ്തോത്രം. തുടർന്നും കർത്താവെ, ദൈവപാദപീഠത്തിലായിരിക്കുന്നു. ദൈവദാസനെ വചനം പറയുവാൻ തക്കോണം ശക്തീകരിക്കണമേ. ആത്മനിർവോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ ദൈവവചനം വചനം ഞങ്ങളുടെ ജീവിതത്തിന് ചൈതന്യത്തിനും പുതുക്കത്തിനും കർത്താവെ രൂപാന്തരത്തിനും കാരണമായി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്രദ്ധയോടും സമർപ്പണത്തോടും കൂടി ആയിരിക്കാൻ തക്കോണം ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിന്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ വീണ്ടും ദൈവസന്നിധിയിലിരിക്കാം. തുടർന്നുള്ള അല്പസമയം സൂക്ഷിക്കായിട്ട് കർത്താവിൻ്റെ അഭിഷേകത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. സന്തോഷമുള്ളവർ വിശുദ്ധ വലങ്കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പ്രാരംഭ വെള്ളിയാഴ്ച, അതുപോലെ ഖത്ര ദിനത്തിൻ്റെ രാത്രിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടും പ്രത്യേക ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഇടയനായി ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ബാബുജി പാസ്റ്ററോടും കുടുംബത്തോടും, അതുപോലെ എൻ്റെ പ്രിയ സഹോദരരിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ലിജൻ ബ്രദർ കുടുംബത്തോടും, ഇവിടെ വന്നിരിക്കുന്ന അഭിഷിക്ത വൃന്ദങ്ങളോടും ചേർന്ന് എനിക്ക് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വർഷിപ്പ് ടീം ഇവിടെ വർഷിപ്പ് ചെയ്തപ്പോൾ ഒരു അസാധാരണ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാനിടയായി. ഞാൻ ശാരീരികമായിട്ട് അല്പം ബുദ്ധിമുട്ടിലാണ് വന്നത്. എനിക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ആരാധനയുടെ നടുവിൽ
ആ ഭാരത്തെ കർത്താവ് എടുത്ത് മാറ്റി. എനിക്കറിയാം പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ശക്തമായിട്ട് വെളിപ്പെടാൻ പോകുന്നു. നമ്മുടെ ലൈഫിൻ്റെ ഓരോ തലങ്ങളെയും തൊടാൻ കഴിയുന്ന ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? 43-ാം സങ്കീർത്തനത്തിലൂടെ വളരെ ശക്തമേറിയ അഭിഷക്തൻ പറഞ്ഞ ഓരോ വാക്യങ്ങളും പെട്ടെന്ന് ഞാൻ എടുത്ത് വായിക്കുകയായിരുന്നു. സ്ക്രീനിലുണ്ടെങ്കിൽ പോലും സ്വന്തം ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ അകത്ത് ആ ജീവൻ ചലിക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മധ്യത്തിൽ ആദ്യമായിട്ടാണ് ഈ ചർച്ചിൽ വരുന്നത്. ഇവിടെ വരുവാൻ കാരണം സ്വർഗത്തിലെ ദൈവമാണ്. ഇതെല്ലാം ദൈവിക മുൻനിർണയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി നൽകിയ ദൈവശബ്ദത്തെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. വേദപുസ്തകം ഒരാവർത്തി ഒന്ന് തുറക്കുമോ? നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം എടുത്താട്ടെ. ദാസനെ 18-ാമത്തെ വാക്യം മുതൽ നമുക്ക് എന്നാൽ 19 മുതൽ എല്ലാവരും ഒരുമിച്ച് വായിച്ചു. കൂടെ മൈക്കിലൂടെ വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീൽ കൂടി വായിച്ചു നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. മതി. നമ്മുടെ കണ്ണുകളെ ദൈവമുമ്പാകെ അടയ്ക്കാം. എല്ലാവരും ഈ വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഗ്ലാഡ്സൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കരുത്. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് ആത്മനിറവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ ശക്തമായിട്ട് ചലിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൊടുന്ന ദൈവ സാന്നിധ്യം, നമ്മുടെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം, നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ അക്ഷരികമായി ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ മഹത്വം ഇതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കും. കണ്ണുനീരോടെ വിതച്ച ഒരു കൂട്ടമുണ്ട്. അവർ ആർപ്പോടെ കൊയ്യാൻ പോകുകയാണ്. ലജ്ജിച്ച് തല താഴ്ത്തിയ ഇടത്ത് തന്നെ എൻ്റെ ദൈവം തല ഉയർത്താൻ പോകുകയാണ്. മനുഷ്യർ മാറിപ്പോകും, പക്ഷെ വാക്കും മാറാത്ത ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിൽ ശക്തിയോടെ ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പിശാചിന്റെ മുൻപിൽ മുട്ടുമടക്കാത്തൊരു തലമുറ, പാപത്തിന് വിട്ടുകൊടുക്കാത്തൊരു ജനറേഷൻ. ഒമാന്റെ മണ്ണിൽ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ മസ്കറ്റിൽ ഉണർവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കൂട്ടം. എല്ലാ അഭിഷക്തന്മാരുടെ നാവും പ്രവാചക അധികാരത്തിൽ കയറി വരട്ടെ. ദൈവ സാന്നിധ്യം അകത്തും പുറത്തും ദൈവ സാന്നിധ്യം. കരമടിച്ച് തന്നെ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, we welcome Satha Laba Charabana Gadagadara Jala Adarajana. Pain മാറിപ്പോകട്ടെ, ഭാരം മാറിപ്പോകട്ടെ. ഓ ശാചലമ സേ അദരജലമന ഗഡഗദര ചാലമർത്തൽ പ്രഭ. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ചിലരെ വേർതിരിക്കുന്ന രാത്രിയായി ഇത് മാറട്ടെ. ഇതുവരെ വെളിപ്പെടാത്ത കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഇന്ന് രാത്രി മുതൽ ദൈവ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. തലമുറകൾ പ്രവചിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം അതിനെ സ്വീകരിച്ചോ. വലിയൊരു ശുശ്രൂഷയുടെ പുതപ്പ് ആത്മാവിനോട് പ്രാരംഭത്തിൽ പ്രവചിക്കാൻ പറയുന്നു. ശുശ്രൂഷയുടെ പുതപ്പ് കർത്താവ് ഇടുകയാ. ശത്രുവിന്റെ പാളയത്തിൽ കയറി യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ. നിന്റെ യൗവനം, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടി. ഓ ശകലധരസേ ലാന്തൽ പ്രബാല ഹസ്തൽ ജനാദിയാൽ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. അങ്ങ് ഞങ്ങളോട് പ്രാരംഭത്തിൽ സങ്കീർത്തനങ്ങളിലൂടെ സംസാരിച്ചു. അടുത്തൊരു 40 മിനിറ്റ് കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. എൻ്റെ മുൻ പരിചയത്തിൻ്റെ പ്രസംഗങ്ങളൊന്നും ഇവിടെ വേണ്ട കർത്താവേ.
അങ്ങ് തന്നെ ഞങ്ങളോട് ഇടപെടണമേ. അങ്ങയുടെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ രാത്രിയിൽ ചില രോഗികളെ സൗഖ്യമാകട്ടെ. ഈ രാത്രിയിൽ അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ തുറന്നു വരട്ടെ. പിശാച് ലോക്ക് ചെയ്തത് അൺലോക്ക് ചെയ്യുന്ന വചനത്തിൻ്റെ തീ. അപ്പാ, ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വിശുദ്ധ കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം പോലെ പ്രാധാന്യമുള്ള 3 വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് വായിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ആമേൻ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് മതി. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അതിനകത്ത് കൈമാറുന്നത്. 1 യേശുവിൻ്റെ ദേഹം, 2 യേശുവിൻ്റെ രക്തം, 3 യേശു എന്ന മഹാപുരോഹിതൻ. 1 യേശുവിൻ്റെ ദേഹത്തിന് ഇവിടെ പറയുന്ന പേര് യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല. 2 യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു. ആ രക്തത്താൽ വെളിപ്പെടുന്നത് ധൈര്യമാണ്, പ്രവേശിക്കുവാനുള്ള ധൈര്യം. 3 യേശു എന്ന മഹാപുരോഹിതൻ. ആരും കൂടെ ഇല്ലെങ്കിലും യേശു എന്ന മഹാപുരോഹിതൻ നമ്മോട് കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പിലാണ് ഞാനും നിങ്ങളും ഈ ആലയത്തിനകത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ശക്തമായി പറഞ്ഞു, സഭയുടെയും രക്തത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും വെളിപ്പാടുകൾ തൊട്ട് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഞാൻ ആ ദൈവശബ്ദത്തെ ഒന്ന് അനുസരിച്ച് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്നു. യേശുവിൻ്റെ ദേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത്, യേശുവിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത് മരണത്തിൻ്റെ കെട്ടുപൊട്ടിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിറവോടെ പറയാം, യേശുവിൻ്റെ ശരീരം ക്രൂശിൽ തകരുമ്പോൾ മറ്റൊരു ശരീരം ജനിച്ചു. ആ ശരീരമായി ഇതിനകത്തിരിക്കുന്നവർ, അവൻ്റെ ശരീരമായ സഭ. ഇന്ന് രാത്രിയിൽ കർത്താവ് വളരെ വ്യക്തതയോടെ എന്നോട് പറയുന്നു, എവിടെയെങ്കിലും നീ തോറ്റിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തു നിനക്ക് വേണ്ടി ജയമേറ്റെടുത്തിരിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തി ആത്മാവ് ഇടപെടുകയാണ്. ക്രൂശിൽ മറഞ്ഞു കിടക്കുന്ന സാത്താനിക തന്ത്രങ്ങളെ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കിയെങ്കിൽ എവിടെയോ തോൽവി, എവിടെയോ പരാജയം, എവിടെയോ നിന്നാഭാരം, എവിടെയോ തല കുനിഞ്ഞിരിക്കുന്ന ചിലരെ നോക്കി കർത്താവ് പറയുകയാ, ക്രൂശിൽ വെളിപ്പെട്ട ജയം ഞാൻ നിനക്ക് തരികയാണ്. ആരെങ്കിലും ഉണ്ടോ അതൂതിന് നന്നായിട്ട് നാമേൻ പറയാൻ? കർത്താവ് സംസാരിക്കുകയാണ്. എവിടെയാണോ പരാജയം അവിടെ ജയം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കാൽവരി ക്രൂശിലാണ് യേശുവിൻ്റെ ദേഹം തകർന്നത്. കാൽവരി ക്രൂശിലാണ് യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകിയത്. കാൽവരി ക്രൂശിലാണ് മഹാപൗരോഹിത്യ ശുശ്രൂഷ പ്രാർത്ഥന വെളിപ്പെട്ടു വന്നത്. അതുകൊണ്ട് ഈ വചനത്തിൽ വളരെ വ്യക്തമായി കാണുന്നു, യേശുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല. ഈ പഴയ നിയമത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയിലായിട്ടിരിക്കുന്നതാണ് ഈ തിരശ്ശീല. നിങ്ങൾക്കറിയാം, 4 നൂലുകളെ കൊണ്ടാണ് ഈ തിരശ്ശീല ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല്. നീലനൂല് യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുകയാണ്. ധൂമ്രനൂല് യേശുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുകയാണ്. പിരിച്ച പഞ്ഞിനൂല് യേശുവിൻ്റെ ദാസത്വത്തെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞു പോകുന്നില്ല. എന്നാൽ ഈ യേശുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല ജെറുസലേം ദേവാലയത്തിൻ്റെ മുൻപിൽ യേശുവിൻ്റെ ശരീരം ക്രൂശിൽ തകരുന്ന സമയം ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് കിടക്കുന്ന തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2
രണ്ടായി കീറി. എന്തിന് കീറി? പുറത്ത് കിടക്കുന്ന നമ്മെ അകത്ത് കൊണ്ടുവരാൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് സംസാരിക്കുക, നീ അന്യനല്ല, നീ ഒരിക്കലും അടിമയല്ല, നീ അവൻ്റെ പുത്രനാണ്, നീ അവൻ്റെ പുത്രിയാണ്. ഇന്ന് രാത്രിയിൽ ചിലർ അവകാശത്തിലോട്ട് കയറി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ദൈവിക അധികാരങ്ങൾ കർത്താവ് ചിലർക്ക് മടക്കി തരാൻ പോകുന്നു. എത്ര പേർ തന്നെ സ്വീകരിക്കുന്നുണ്ട് എനിക്കറിയില്ല. ആത്മാവ് ഇടപെടുക. ആരൊക്കെയോ മാറി നിൽക്കുന്നു, അകന്നു നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ അവൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്നെ മടക്കി വരുത്താൻ പോകുകയാണ്. ഒരിടത്തും നീ പരാജയപ്പെടത്തില്ലെന്ന് ഈ വാക്ക് ആവർത്തിച്ച് എൻ്റെ കാതിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുകയാണ്. പരാജയപ്പെടത്തില്ല. ഞാൻ അങ്ങനെ പരാജയപ്പെട്ട വ്യക്തിയെ 17 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ജയിലിൽ കിടന്നാണ്. ഹല്ലേലൂയ. 24 കേസിൽ പ്രതിയാക്കപ്പെട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഓടിയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ ജയിലിൽ യേശു ഇറങ്ങി വന്ന് എന്നെ തൊട്ടു. അവൻ്റെ പുണ്യാഹ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, അവൻ്റെ നാമത്തെ ഏതു വിധനയും എനിക്ക് ഉയർത്തണം. ഇന്ന് രാത്രിയിൽ എനിക്കറിയില്ല, ഒരു തലമുറ എഴുന്നേറ്റ് വരും. പിശാചിനെ ഭയക്കാത്തൊരു തലമുറ, പാപത്തിൻ്റെ മുൻപിൽ മുട്ടുവിറയ്ക്കാത്തൊരു തലമുറ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. എനിക്കറിയത്തില്ല, തലമുറകളുടെ മേലൊരു ജീവൻ വെളിപ്പെടുകയാണ്. തലമുറകളുടെ മീതെ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുകയാണ്. തലമുറകളുടെ മീതെ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി പൊട്ടിച്ച് സഭ ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് ആത്മനിറവുള്ള ദൈവസഭ, ആത്മാവിൽ പോരാടാൻ നിയോഗമുള്ള ദൈവസഭ, അടുത്തൊരു ജനറേഷനെ ആത്മാവിൽ കൊയ്തെടുക്കാൻ ചില പേരൻസിന്റെ മീതെ ഒരു പുതിയ അഭിഷേകത്തിന്റെ തലം തുറന്നു വരികയാ. കട്ടിളക്കാലിൽ മേലും കുറുമ്പടി മേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയപ്പോ സംഹാരകന് കയറാൻ കഴിയാതെ വണ്ണം ആ രക്തം അടയാളമായി വീണതുപോലെ ഇന്ന് രാത്രിയിൽ ചില കുടുംബത്തിന്റെ മേൽ, ചില തലമുറകളുടെ മേൽ പുറത്തു വരുന്നു. പ്രവാചക ഗണം പുറത്തു വരുന്നു. പ്രവാചകിമാരുടെ ഗണം പുറത്തു വരുന്നു. ഈ ചർച്ചിന്റെ മേൽ എന്തോ ഒരു പുതിയ തലം, ഒരു ഭയങ്കര ആത്മതലം, ഒരു ടേക്ക് ഓഫ്. അഭിഷക്തന്മാരെ വെല്ലുവിളിക്കുന്ന അഭിഷേകം വീഴാൻ പോകുകയാണ്. ദൈവ വിളി കൊണ്ട് പിശാചിനെ വെല്ലുവിളിക്കാൻ വീഴട്ടെ, വീഴട്ടെ. തലമുറകളുടെ മേലെ തീ വീഴട്ടെ, തലമുറകളുടെ മേലെ തീ വീഴട്ടെ, തലമുറകളുടെ മേലെ തീ വീഴട്ടെ. ഓ ആ വിടുതൽ നടക്കും പ്രിയരെ. മോശയോട് ദൈവം പറഞ്ഞു, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആട്ടുകൊറ്റന്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ഈസോപ്പ് ചെടിയുടെ തണ്ട് കൊണ്ട് താലത്തിൽ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയപ്പോൾ സംഹാരകന് തൊടാൻ കഴിഞ്ഞില്ല. മിസ്രൈം ദേശത്തുള്ള കുടില് മുതൽ കൊട്ടാരം വരെ മുഴുവൻ തലമുറകളും മരിച്ചു വീണപ്പോൾ ഗോഷൻ ദേശത്ത് പാർക്കുന്ന ഒരു ജനത്തിൻ്റെയും തലമുറയെ തൊടാൻ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ എവിടെയോ ഡെലിവറൻസുകൾ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ രക്തം ഏതൊക്കെയോ തലമുറകളുടെ മീതെ വന്നു വീഴുന്നോ. അഭിഷേകത്തിന്റെ അഗ്നി അകത്ത് കത്തുന്ന ഇതുപോലെ എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണമെന്ന് ഒരു തലമുറ വാഞ്ചയോടെ നിൽക്കുന്നത്. പ്രിയരെ, യേശുവിൻ്റെ ദേഹമെന്ന തിരശീല കാൽവറി ക്രൂശിൽ തകർന്നു. എന്നാൽ യേശു കർത്താവ് 7 മൊഴികൾ പറഞ്ഞ് തൻ്റെ തല ചായ്ക്കുമ്പോൾ പിശാച് വിചാരിച്ചു ഇതോടുകൂടി തീർന്നു. പക്ഷേ നിങ്ങൾക്ക് ദൈവവചനത്തിൽ ആഴമായ ജ്ഞാനമുള്ളതായതുകൊണ്ട് ഓടിച്ച നിയോഗത്തോടെ പറയുകയാണ്, യേശുവിൻ്റെ തല ക്രൂശിൽ ചായ്ക്കുന്ന അതേ സമയത്ത് പിശാചിൻ്റെ തലയും ക്രൂശിൽ തകർത്തു.
ആത്മാവ് ഇടപെടുക. നിന്റെ ക്ഷീണത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ നീ ഒന്ന് തലചായിച്ചാൽ അത് പിശാചിന് വരെ പ്രഹരമായോ. ആരുണ്ട് ദൂതനെ നാമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ഇന്ന് രാത്രിയിൽ അങ്ങനത്തെ ഒരു നിയോഗം ചിലതിന്റെ മീതെ വീഴാൻ പോകുകയാണ്. നിന്റെ ഭാരം, നീ അനുഭവിക്കുന്ന പെയിന് അതുപോലും പിശാചിന് ഭയമായി മാറും. എനിക്കറിയാം ആരുടെയൊക്കെ ലൈഫ് തിരിയുന്നുണ്ട്. ഡിവൈൻ ക്യാരക്ടർ വെളിപ്പെടുന്നു. അഭിഷേകത്തിന്റെ അടുത്ത തലത്തിൽ കയറി വരികയാ. വിശുദ്ധിയുടെ പുതപ്പ്, വിശുദ്ധിയുടെ പുതപ്പ്, വിശുദ്ധിയുടെ പുതപ്പ്. You are a royal priesthood. You are a holy priest. Adharama Sandal Prabhala Astal Jana Rahasbiya Prabhala. പ്രിയരെ, എഫേസ്യ ലേഖനത്തിൽ നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും രക്ഷ എന്ന ശിരസ്ത്രവും വിശ്വാസമെന്ന പരിചയും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? മോനെ, അങ്ങനെ അടുത്ത് ഓടി വരാവോ? ഒന്ന് വരാവോ? അങ്ങനെ വരാവോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സഭയാണ്. നമ്മുടെ അരയ്ക്ക് സത്യമുണ്ട്. നമ്മുടെ മാർവിൽ നീതി എന്ന കവചമുണ്ട്. നമ്മുടെ കാലിൽ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമുണ്ട്. നമ്മുടെ വലത് കൈയിലോ ഇടത് കൈയിലോ വിശ്വാസത്തിൻ്റെ പരിചയമുണ്ട്. ഒരു കൈയിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. തലയിൽ രക്ഷ എന്ന ശിരസ്ത്രമുണ്ട്. അങ്ങനെയെങ്കിൽ തല മുതൽ പാദം വരെ സർവായുധ വർഗം ധരിച്ചവരാ ദൈവസഭ. കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആയുധം ധരിച്ചു നിൽക്കുന്ന നിന്നെയോ നിന്റെ തലമുറയെ തൊടാൻ, ആയുധധാരിയായ നിന്നെ തൊടാൻ ശകലബറ വീഴുന്നു വീഴുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു പുതപ്പ്. ആ ദൂതനെ ഒന്ന് നന്നായിട്ട് കൈയടിച്ചേറ്റെടുത്തോ. ഈ രാത്രിയിൽ പിശാചിന്റെ കള്ളങ്ങൾ മാറി ദൈവത്തിന്റെ സത്യം വെളിപ്പെടുകയാ. സന്ദൽ പ്രബാല, നിന്റെ അരയ്ക്ക് സത്യം. നിന്റെ കരത്തിൽ വിശ്വാസത്തിന്റെ പരിച, നിന്റെ നാവിൽ വചനത്തിന്റെ ശക്തി. ഈ വചനം വെറുതെ പറഞ്ഞു വിടുകയല്ല പ്രിയരെ. സത്യം ആരാണ്? സത്യം ക്രിസ്തുവാണ്. നീതി ആരാണ്? വിഷ്ണു ബ്രദറെ, ക്രിസ്തുവാണ്. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ നായകൻ ആരാണ്? ക്രിസ്തുവാണ്. ദൈവവചനം ആരാണ്? സമാധാനം ആരാണ്? അങ്ങനെയെങ്കിൽ സഭ ഈ തല മുതൽ പാദം വരെ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ അല്ലേ? ക്രിസ്തുവിനെ ധരിച്ചവനെ ഏത് ആഭിചാരത്തിന് തൊടാൻ കഴിയും? ക്രിസ്തുവിനെ ധരിച്ചത് ഏത് സാത്താനിക മന്ത്രവാദിക ഇന്ന് രാത്രികൾ ചിലത് പൊട്ടുന്നുണ്ട്. നിനക്കെതിരെ ശക്തമായി ചലിക്കുന്ന സാധാന്യ ഗോപുരത്തിന്റെ അടിത്തറ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ നിന്റെ മേൽ വീഴുകയാണ്. തേജസ്സിന്റെ മേൽ തേജസ് ചലിക്കുന്നു. ദർശനത്തിന്റെ ഒരു തരം ഓപ്പണാകും. ശുശ്രൂഷ വീഴുന്നു. ചിലരുടെ മീതെ ശുശ്രൂഷ പതിയുന്നു. പ്രാർത്ഥിക്കാൻ രാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലുകൾ ഇരിക്കാൻ, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ കയറാൻ. വിട്ടുകൊടുക്കരുത്. ഈ അഭിഷേകത്തെ വിട്ടുകൊടുക്കരുത്. അടുത്തൊരു ഷിഫ്റ്റ് കയറുകയാണ്. അടുത്തൊരു ശുശ്രൂഷയുടെ തലം കയറുകയാണ്. ഇതുവരെ ഉണ്ടാകാത്തതുപോലെ ഒരു ഭയങ്കര ആത്മമണ്ഡലം തുറന്നു വരുന്നു. ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ പുതപ്പ്. വിശ്വസിക്കുന്നവർ കരം അടിച്ച ദൂതനാമേൻ പറ. ഞാൻ കയറും. ഏലിയാവിനെ പോലെ മുഴങ്കാലികളുടെ ഇടയിൽ തലവെച്ച് ഈ രാത്രിയിൽ ഈ വചനം കുറച്ച് സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ
ആമേൻ. എല്ലാം നമ്മുടെ കാതിൽ വീഴില്ല. പക്ഷേ ചില വാക്കുകൾ ദൈവം നിങ്ങളുടെ കാതിൽ ഇടും. അത് നിങ്ങളുടെ ഡെസ്റ്റിനി പോയിന്റിലേക്കുള്ള അടുത്തൊരു ഓപ്പൺ ആയിരിക്കും. ഇന്ന് രാത്രിയിൽ അടഞ്ഞത് ചിലത് തുറക്കാൻ പോകുകയാണ്. ആത്മാവ് ദൂത് പറയുന്നു, ജീവനുള്ള പുതുവഴി എൻ്റെ ദൈവം ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ തുറക്കാത്തൊരു വഴി, ആ വഴി ഇപ്പോൾ നിനക്കും, നിന്റെ സഭയ്ക്കും, നിന്റെ ചർച്ചിന്റെ ഓരോ വ്യക്തികൾക്കും, നിന്റെ വീടിനകം പിശാചേ നീ അടച്ചത് ഈ വചനത്താൽ ഞങ്ങൾ തുറക്കും. തുറക്ക. നിന്റെ ഭൗതിക മേഖല, നിന്റെ ആരോഗ്യ മേഖല, നിന്റെ ശുശ്രൂഷ മേഖല പിശാച് അടച്ചത് യേശുവിന്റെ നാമത്തിൽ സഭ തുറക്ക. ദൂതന്മാർക്ക് കിട്ടാത്തൊരു പ്രിവിലേജ്, ദൂതന്മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ശുശ്രൂഷ ഈ ലോകമെമ്പാടും ചെന്ന് യേശുവിനെ ഉയർത്താൻ ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെയോ മേല് ഒരു വലിയ പുതപ്പ് കൈമാറുക. ഓ ശബ്രബ സാന്റ പ്രബാല, എനിക്ക് നിൽക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യം. ഞാൻ ഫുൾ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൻ്റെ 12ാമത്തെ ദിവസമാണ്. എനിക്കറിയാം ക്ഷീണം ശരീരത്തിൽ ഉണ്ടെങ്കിലും ആരുടെയൊക്കെ മേലൊരു പകർച്ച നടക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തതുപോലെ നീ കയറാൻ പോകുകയാണ്. നിന്റെ ലൈഫിനകത്ത് പുതിയ തീരുമാനങ്ങൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത, ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന, രഹസ്യ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരാത്മതലം ഇതിനകത്ത് ആരുടെയൊക്കെ മേൽ ഹഷബ. ചില യൗവനക്കാരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഹസ്തൽ ജനാദിയാല, എന്റെ രഹസ്യ ജീവിതം അത് പിശാചിന്റെ കോട്ട ഇടിക്കും. ആരൊക്കെയോ ആത്മാവ് ശക്തമായി പുറത്തെടുക്കുന്നു. അത് ഞാനാണെന്നൊരു ഉറപ്പുണ്ടോ? ഓ ശകലമ സച്ചൽ പ്രബാല ദരജാന ഹസ്തൽ ജനാദി. ഹല്ലേലൂയ. യേശുവിൻ്റെ ദേഹം സ്ക്രീനിൽ നിന്നിടണ ദേവാസന. യേശുവിൻ്റെ ദേഹം എന്ന തിരശീല തകർന്നപ്പോൾ അവിടെ വെളിപ്പെട്ടു വന്നത് ജീവനുള്ള പുതുവഴിയാണ്. എ ലിവിങ് ന്യൂ വേ, ജീവനുള്ള പുതുവഴി. എവിടെ നിന്ന് എങ്ങോട്ട്? പ്രാകാരത്തിൽ മാത്രം നിൽക്കാൻ യോഗ്യതയുള്ള നമ്മെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റാൻ ഒരു ജീവനുള്ള പുതുവഴി തുറന്നു വന്നു. ഇന്ന് രാത്രിയിൽ അതേ ദൂത് ഞാൻ ചിലരുടെ മീതെ ഇടുകയാണ്. നിന്റെ മുമ്പിൽ അടഞ്ഞ ഒരു വഴി ഇന്ന് രാത്രികൾ തുറക്കാൻ പോകുകയാണ്. സാത്താൻ അടയ്ക്കോ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, ശബ്ദമുയർത്തിയോ, അന്യഭാഷ പറഞ്ഞു ആ ദൂതിനെ സ്വീകരിക്കുക. കർത്താവേ, ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു. എന്റെ മുൻപിൽ അടഞ്ഞ ഡോർ, എന്റെ മുൻപിൽ അടഞ്ഞ വഴി, എന്റെ അഭിഷേകത്തെ, എന്റെ ശുശ്രൂഷയെ, എന്റെ ജോലിയെ, എന്റെ കുടുംബജീവിതത്തെ അടയ്ക്കാൻ നോക്കിയത് ഹല്ലേലൂയ. ഇത് യേശുവാന്ന് വിചാരിച്ചോ? യേശുവിൻ്റെ ദേഹമെന്ന തിരശീല തകർന്നില്ലേ? യേശുവിൻ്റെ ദേഹമെന്ന തിരശീല, ഈ ദേഹമെന്ന തിരശീല ക്രൂശിൽ തകരുമ്പോൾ ആ ദേഹമെന്ന തിരശീലയ്ക്കകത്തൂടെ ഒരു പുതുവഴി തുറന്നേ. അവൻ്റെ പെയിനിനകത്ത് നിന്ന് നമുക്ക് വഴി തുറന്നേ. അവൻ്റെ വേദനയ്ക്കകത്ത് നിന്ന് വഴി തുറന്നേ. ഇനി ഈ വഴിയെ ബ്ലോക്ക് ചെയ്യാൻ ഒരു സൈറ്റാനിക്, ഒരു ഡിമോണിക് പ്രോജക്റ്റിനും കഴിയില്ല. തുറന്ന വഴി ഈ ഭൂമിയിലെ വഴിയല്ല, ഉയരത്തിൻ്റെ വഴി. വിശ്വസിച്ചോ? ആരുടെയൊക്കെയോ മേൽ ദൈവം അത് ചെയ്യുക. ഇതൊരു കരമടിക്കാൻ പറയുന്ന ദൂതല്ല, ഇത് നിന്നെ ഉറപ്പിക്കാൻ പറയുന്ന ദൂത, നിന്നെ ചലിപ്പിക്കാൻ ആത്മാവിൽ. തുറന്ന വഴി ജീവനുള്ള പുതുവഴിയാ. ലിജൻ ബ്രദർ എന്നെ ചർച്ചിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറിൽ നിറക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് ഈ വഴി പുതുവഴിയാ. പക്ഷെ അടുത്ത പ്രാവശ്യം വരേണ്ടി വന്നാൽ ഇതെനിക്ക് പുതുവഴിയല്ല.
പക്ഷേ 2000 കൊല്ലം കഴിഞ്ഞിട്ടും യേശുവിലൂടെ തുറന്ന വഴി ഇന്നും പുതുവഴിയാ. ആ വഴിക്ക് പഴക്കമില്ല. എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? പഴക്കമില്ലാത്ത വഴി നിനക്ക് വേണ്ടി ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാ. ഇനി അനേകരെ അതിനകത്തൂടെ കയറ്റാൻ ദൈവം നിനക്ക് നിയോഗം തരാൻ പോകുകയാ. സുവിശേഷം അറിയിച്ച് പ്രവചിച്ച് സൗഖ്യം കൊടുത്ത് ആരുണ്ട് ദൂതൻ ആമേൻ പറയാ? എനിക്കറിയത്തില്ല. നിങ്ങൾ ജോലിയോടുകൂടി ആത്മാക്കളെ നേടും. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. നിങ്ങൾ നിൽക്കുന്നിടത്ത് ഹെവി പ്രസൻസ് അടിക്കും. ആ ദൂത് ആമേൻ പറഞ്ഞെടുക്കുക. ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെ മേല് അങ്ങനത്തെ ഒരു പുതപ്പ് വീഴുന്നു. പാരമ്പര്യ കെട്ടുകളെ പൊട്ടിക്കുന്ന ശാപത്തെ പൊട്ടിക്കും. വീഴുന്നു വീഴുന്നു വീഴുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാ. ഇത് തടയാൻ ഒരു മാനസിക വൈകല്യങ്ങൾക്കോ, ഇത് തടയാൻ ഈ ദേശത്തിന്റെ ദേശാധിപതി ശക്തികൾക്കോ, ഇത് തടയാൻ ഒരു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്കോ യേശുവിന്റെ ദേഹമെന്ന തിരശീലയ്ക്കകത്തൂടെ നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നു. അത് പ്രാകാരത്തിൽ നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പുതുവഴിയാണ്. പക്ഷെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ധൈര്യം ഉണ്ടായി. എല്ലാവരും ഒന്ന് പറഞ്ഞ് ധൈര്യം ഉണ്ടായി. ഇന്ന് രാത്രിയിൽ പല ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ധൈര്യം തരാൻ പോവാ. അത് നിന്റെ ക്വാളിറ്റി അല്ല, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. എത്ര പേർ ആമേൻ പറഞ്ഞ് തന്നെ സ്വീകരിക്കുന്നുണ്ട്? അവൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ നീ ഇതുവരെ കയറിയിട്ടില്ലാത്ത ആത്മമണ്ഡലത്തിനോ, നീ ഇതുവരെ കയറിയിട്ടില്ലാത്ത വെളിപ്പാടിലേക്ക്, നീ ഇതുവരെ കയറിയിട്ടില്ലാത്ത സ്പിരിച്വൽ വേൾഡിലേക്ക് കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ പറയുന്നു, യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ഉണ്ടായി. വഴി തുറന്നതുകൊണ്ട് കാര്യമില്ല, വഴിക്കകത്തൂടെ കയറണം. കയറിയാലേ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റൂ. കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം നിസ്സാരമല്ല. പഴയ നിയമത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൽ യാഗാർപ്പണങ്ങൾ നടക്കും. ഈ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഉപയോഗിച്ച് മരുഭൂമിയിലെ കാറ്റുകൊണ്ട് അണഞ്ഞു പോകാതെ കത്തുന്ന വിളക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഈ തിരശീല കിടക്കുന്നത്. ഈ തിരശീല 4 നൂലുകളെ കൊണ്ടുണ്ടാക്കിയിട്ട് ഈ തിരശീലയുടെ ഈ 2 ഭാഗത്തും ഈ കെരൂബുകളെ ചിത്രത്തയ്യൽ എന്ന് പറഞ്ഞാൽ കെരൂബുകളെ എംബ്രോയ്ഡറി ചെയ്ത് വരച്ചു വച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും അറിയാതെ ദൈവസാന്നിധ്യം ആഗ്രഹിച്ച് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർ നോക്കുമ്പോൾ അവർ കാണുന്നത് കെരൂബുകളുടെ മുഖമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ ഏദൻ തോട്ടത്തിൽ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ഇനി മനുഷ്യൻ ഇതിനകത്ത് കടക്കരുതെന്ന് പറഞ്ഞ് കെരൂബുകളെ കാവൽ നിർത്തി. ഇതേ കെരൂബുകളെ ആലയത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്തിൽ അതിൻ്റെ എംബ്രോയ്ഡറി ചെയ്ത് വരച്ചു വെച്ചു. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിൻ്റെ മുകളിൽ 2 കെരൂബുകൾ ഇരിപ്പുണ്ട്. ഇതിനകത്തോടാണ് കുഞ്ഞാടിൻ്റെ രക്തം വലിയോ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തോട്ടാണ് നിനക്ക് ധൈര്യം തന്നെ കയറ്റുന്നത്. ആരുണ്ട് ആമേൻ പറയുന്നത്? ആദാമിന് കഴിയാത്തത് ആദാമിന്റെ ഒടുക്കത്തെ ആദാമിന്റെ തലമുറയുടെ പുത്രന്മാർ കരമൊന്ന് നന്നായിട്ട് അടിച്ചതിനെ സ്വീകരിച്ചോ. ഹർത്തപ്രബാല ഭയങ്കര ഗിഫ്റ്റുകൾ, വലിയ ഗിഫ്റ്റുകൾ. നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞതിനെ നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞത് ഈ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിപ്പുണ്ട്. ഖദിരമരം കൊണ്ടുണ്ടാക്കപ്പെട്ട പെട്ടകം അല്ലേ? പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട പെട്ടകം, മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നീപത്തിൻ്റെ കൽപ്പലകളെല്ലാം അതിനകത്തുണ്ട്. അതിൻ്റെ മുകളിലാണ് കൃപാസനം ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടാണ് ആലയത്തിനകത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ജനത്തിൻ്റെ പാപങ്ങൾക്കും തൻ്റെ അബദ്ധങ്ങൾക്കും വേണ്ടി ഒരാട്ടുകൊറ്റൻ്റെ രക്തവുമായി ഇതിനകത്ത് കയറുന്നത്.
എന്നാൽ പ്രിയരെ, ഇതിങ്ങനെ യാഗങ്ങൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു കാൽവറി ക്രൂശിൽ ഇതിനെ പൂർത്തീകരിച്ചു. ഇന്ന് രാത്രിയിൽ കർത്താവ് ഇടപെടുക. നിന്നെ ഒരു യോഗ്യതയില്ലാത്ത ഗ്ലാഡ്സനെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറ്റാൻ ഗ്ലാഡ്സന്റെ ഗുണമല്ല, ഒഴുകിയ വിശുദ്ധ രക്തത്തിന്റെ ഗുണമാ. ആശ്രയിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആശ്രയിച്ചോ. ആർക്കൊക്കെയോ വേണ്ടി ആ രക്തം സംസാരിക്കുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. എനിക്കറിയാം ചിലര് കരമടിക്കുന്നത് കരഞ്ഞോണ്ടാ. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, നിന്റെ ലൈഫ് തിരിഞ്ഞോണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്ത ഫേവർ, ഇതുവരെ വെളിപ്പെടാത്ത ഉയർച്ചയുടെ വാതിൽ വിശ്വസിക്കുന്നവർ മാത്രം അതിനെ സ്വീകരിക്കുക. കർത്താവേ, എനിക്ക് ആത്മാക്കളെ നേടണം, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, എന്റെ ശുശ്രൂഷയെ പുറത്തെടുക്കണം എന്ന് കൊതിയോടിരിക്കുന്ന ചിലര് ഇന്ന് രാത്രി ഇവിടെ കരമടിക്കുന്നുണ്ട്. നിന്റെ ലൈഫിന്റെ മേല് അവന്റെ ഗ്ലോറി റലം, അവന്റെ മഹത്വത്തിന്റെ തലം, വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഈ സ്പീഡിൽ പോകുന്നത് സമയം മുൻപ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ, ഈ രക്തത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ധൈര്യം തന്ന. എവിടെ കയറ്റിയത്? മോനെ, ആ സ്കാർഫ് ഒന്ന് തരാമോ അങ്കിൾ? 2 മിനിറ്റത്തേക്ക് തലയിട്ടേക്കുന്ന സ്കാർഫ് ഒന്ന് തരാമോ? താങ്ക് യു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ കേട്ടോ. ഇത് തിരശീലയാന്ന് വിചാരിച്ചു. യേശുവിൻ്റെ ദേഹം എന്ന തിരശീല ക്രൂശിൽ തകർന്നപ്പോൾ ജെറുസലേം ദേവാലയത്തിലെ തിരശീല 2ആയി, ഇതുപോലെ കിടക്കുന്ന തിരശീല 2ആയി കീറി മാറി. എന്ന് പറഞ്ഞാൽ തിരശീല 2ആയി ആകുമ്പോഴും നമ്മളിപ്പോൾ വിശുദ്ധ സ്ഥലത്ത് വന്ന് നിൽക്കുക, അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റുന്നില്ല. എന്നാൽ ഈ രക്തം എനിക്കും നിങ്ങൾക്കും ധൈര്യം തരും. ഞാൻ യേശുവിൻ്റെ രക്തത്തിനകത്തൂടെ കയറുമ്പോൾ ഈ മുഴുവൻ എൻ്റെ മേലാകുകയാണ്. ഗ്ലാഡ്സൺ മറയുകയാണ്. അവിടെ യേശുവിൻ്റെ രക്തം വെളിപ്പെടുകയാണ്. ആലയത്തിനകത്ത് കയറുന്നത് ഞാനല്ല, അവൻ്റെ രക്തമാണ്. നിന്റെ മീതെ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിന്റെ ശക്തിയാൽ നീ ചില നന്മകൾ തിരിച്ചു പിടിക്കുകയാണ്. എനിക്കറിയത്തില്ല, ആത്മാവ് ഇടപെടുന്നു. പുത്രത്വത്തിന്റെ അഭിഷേകം അവകാശികളാക്കി മാറ്റിയെങ്കിൽ അതിനെ അതുപോലെ സ്വീകരിക്കാൻ ആത്മാവ് ചിലരെ ഇന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ദൂത് ദൈവാത്മാവ് ശക്തമായി പറയുമ്പോൾ എനിക്കറിയാം പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മനസ്സിന് ഭയങ്കര ഭാരമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ആരാണെന്നൊരു ബോധ്യം, എൻ്റെ മീതെ കിടക്കുന്ന ദൈവശക്തിയുടെ അളവ് എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ശക്തിക്കും നിൻ്റെ നന്മയെ മുടക്കാൻ പറ്റില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ചില ഡോറുകളെ ഓപ്പൺ ചെയ്യാൻ ആത്മാവിനോട് ഇടപെടുകയാണ്. പിശാച് വെച്ചിരിക്കുന്ന ചില ലോക്കിംഗ് സിസ്റ്റത്തെ കർത്താവ് അൺലോക്ക് ചെയ്യുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു പോയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വിശുദ്ധിയിൽ മുന്നേറാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നന്മ കാണാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ ഹോളി സ്പിരിറ്റ് പറയുന്നു, നീ പുത്രത്വത്തിൻ്റെ അകത്തോട്ട് കയറി വാ. നീ അടിമയല്ല, നീ അവൻ്റെ ഉടമയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ മീതെ കിടക്കുന്ന അഭിഷേകം ചെറുതല്ല. എത്ര വരുന്ന കരമൊന്ന് ഉയർത്തി എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാൾ, ബാക്കി നിങ്ങൾ പറയണം, ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കൽ അത്രേ നാം വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തവും സംസാരിക്കും, യേശുവിൻ്റെ രക്തവും സംസാരിക്കും. ഹാബേലിൻ്റെ രക്തം സംസാരിച്ചത് എന്താണെന്ന് വ്യക്തതയില്ല. പക്ഷെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, അവൻ്റെ അനുജനാകുന്ന അല്ലെങ്കിൽ കൈയിൻ്റെ അനുജനാകുന്ന ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചത് ഹാബേലിന് വേണ്ടിയാ. പക്ഷെ യേശുവിൻ്റെ രക്തം നിലവിളിച്ചത് എനിക്കും നിങ്ങൾക്കും കൂടെ വേണ്ടി. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഹാബേലിന്റെ രക്തം അവന് വേണ്ടി മാത്രം നിലവിളിച്ചപ്പോ എൻ്റെ യേശുനാഥന്റെ രക്തം ഒരു യോഗ്യതയും പറയാനില്ലാത്ത, എത്ര പേർക്കൊന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അതുകൊണ്ട് ബാബുചരൻ പാസ്റ്റർ പാടിയത്, ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ.
എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. യേശുവിൻ്റെ രക്തത്താലാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. നന്നായിട്ട് കരമുയർത്തിയ നാമം പറഞ്ഞ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിരന്തരം ആക്സിഡൻറ്റുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ കൊച്ചു കേരളത്തിൽ എപ്പോഴും ആക്സിഡൻ്റാണ്. ഞാനൊക്കെ രാത്രിയിൽ ഒത്തിരി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പല ആക്സിഡൻറ്റുകൾ കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ രക്തം റോഡിൽ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ഒന്നേ നോക്കത്തുള്ളൂ. കാരണം നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കത്തില്ല. ഒരു വിഷമം ഉണ്ടാവും. മനുഷ്യൻ്റെ രക്തം നമുക്ക് വിഷമവും ഭാരവും തരുമ്പോൾ യേശുവിൻ്റെ രക്തം നമുക്ക് ധൈര്യം തരും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ രക്തം നമ്മളത് ഈസി ആയിട്ട് പറഞ്ഞു വിടരുത്. ആ രക്തത്തിനകത്താ ജീവൻ ഇരിക്കുന്നേ. യേശു രക്തം തന്നു എന്നതിൻ്റെ അർത്ഥം അവൻ്റെ ജീവനെ നമുക്ക് മറുവിലയായി തന്നെ. ഇത്രയൊക്കെ കർത്താവിനെ അങ്ങനെ ആഴമായിട്ടൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു പ്രസംഗിച്ചു പോവുകയല്ല. അവൻ്റെ രക്തം തന്ന് നമ്മെ വിലക്കെടുത്തെങ്കിൽ ആ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കാതെ ദൈവം തന്ന വിശുദ്ധിയിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകാൻ പോവുകയാണ്. അവൻ്റെ വിശുദ്ധ നിണത്തിൻ്റെ ശക്തി സാധാരണ ശക്തിയല്ല. ആ ശക്തി നമ്മെ അതിപരിശുദ്ധ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആ രക്തം നമ്മെ വീണ്ടെടുത്തു. പത്രോസ് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്ത്. ഇന്ന് രാത്രി മറന്നു പോകരുത്. അവൻ്റെ വിലയേറിയ രക്തം തന്നാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വില എത്രയുണ്ടോ അത്രയും വില നമുക്കുണ്ട്. എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? കാര്യം അവൻ്റെ രക്തം കൊടുത്ത നമ്മെ വിലയ്ക്ക് മേടിച്ചത്. അത്ര പ്രഷ്യസ് ആക്കി നമ്മെ മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. ഇന്ന് രാത്രിയിൽ ആത്മാവ് ചിലരെ നോക്കി ദൂത് പറയുകയാണ്, മറഞ്ഞിരുന്നത് മതി, വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റുവാ. നീ ഓടി ഒളിച്ചത് മതി, നിന്നിലൂടെ വലിയ ശുശ്രൂഷയുടെ പുതപ്പുകൾ ദൈവം അടുത്ത മണിക്കൂറുകൾ മുതൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കൊതിയുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കർത്താവ് ആരൊക്കെയോ അടുത്ത ഷിഫ്റ്റിലോട്ട് എടുക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. ഓ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഈ ലോകത്തിൽ സമ്പത്ത് ദൈവം നമുക്ക് തരട്ടെ. ഓ, എല്ലാ മേഖലയിലും ഉയർച്ച തരട്ടെ. പക്ഷേ ആത്മാക്കളെ നേടുന്ന ഒരു അഭിഷേകം, സുവിശേഷം പറയുന്ന ഒരു അഭിഷേകം. ഇത് പറയുമ്പോൾ പലയിടത്തും സ്തോത്രം പറയാനില്ല. പക്ഷേ ഈ ചർച്ച അങ്ങനെ അല്ലെന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലായി. നിങ്ങളിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവസ്ഥനിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അഭിഷേകത്തിൻ്റെ മൈക്ക് കൈമാറുന്നതിന് മുൻപ് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇതൊരു സഭായോഗമാണ്. ഫാസ്റ്റിംഗ് പ്രയർ ആണെങ്കിൽ നമുക്ക് വചന ശുശ്രൂഷിക്കാൻ സമയങ്ങൾ അനുവദനീയമാണ്. പക്ഷേ വളരെ കാമ്പുള്ള ചില കാര്യങ്ങൾ ആത്മാവ് നമ്മോട് ഓർമ്മിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അവൻ്റെ ശരീരമായ സഭ, ആ സഭയുടെ മീതെ രക്തത്തിൻ്റെ അടയാളം നൽകി നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് കയറിയാൽ അവിടെ നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന കാരുണ്യവാനായ മഹാപുരോഹിതൻ ഇന്ന് രാത്രിയിൽ ക്ഷമിക്കപ്പെടേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. എനിക്കറിയില്ല ആത്മാവ് എന്തിനങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഓ, കർത്താവ് പറയുന്നു, ഓ, കരുണ ലഭിക്കാനും തക്ക സമയത്ത് കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കയറി വാ.
ഇന്ന് രാത്രിയിൽ കർത്താവ് കുറച്ച് പേരോട് ആത്മാവ് സംസാരിക്കുന്നേ. അവരുടെ ഹൃദയത്തിൽ അറിയാം ഇത് എന്നോടാണെന്ന്. ഈ രാത്രി മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. അഭിഷേക്തൻ വായിച്ചില്ലേ, മോശ 40 ദിവസം സീനായി പർവ്വത മുകളിൽ ദൈവത്തോട് കഴിക്കാതെ അവൻ വെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഇറങ്ങി വന്ന അവൻ്റെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിനും വിശുദ്ധിക്കും വില കൊടുത്താൽ നിന്റെ ആത്മ മനുഷ്യൻ പ്രകാശിക്കാൻ പോകുകയാണ്. നിന്റെ ആന്തരിക മനുഷ്യൻ ഭയങ്കര ബലമായി മാറാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച്, പരസ്പരം നോക്കാതെ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ യൂസ് ചെയ്യണമേ, എന്നെ ഉപയോഗിക്കണമേ. ലബാർത്തൽ പ്രബാല ശതൻ പ്രബാല അസ്തൽ ഝാന റഹസ്ബിയാൻതൽ പ്രഭ. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായെങ്കിൽ, അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നെങ്കിൽ, ആ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത നമ്മെ മക്കളാക്കി മാറ്റുക എന്ന ദൈവ പദ്ധതിയാണ്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. ഞാൻ ഓരോ ഓൾട്ടർ കോൾ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നുവരെ ഞാൻ സുവിശേഷ വേല ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ തീരുമാനമെടുക്കുകയാണ്. എൻ്റെ വിദ്യാഭ്യാസത്തോടൊപ്പമോ അതിന് ശേഷമോ, എൻ്റെ ജോലിയോടൊപ്പമോ ജോലിക്ക് ശേഷമോ, ഭാഗികമായോ പൂർണ്ണമായോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ശിഷ്ടായുസ് ഞാൻ യേശുവിനെ ഉയർത്തും. ഞാൻ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയും. എൻ്റെ ലൈഫിൽ വലിയ ആത്മാക്കളെ കൊള്ള പങ്കിടുന്ന, ആത്മാക്കളെ നരകത്തിൻ്റെ വിറക് കഷ്ണത്തെ തിരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് വലിച്ചു കയറ്റ എന്നെ ഉപയോഗിക്കണമേ എന്ന് കൊതിയുള്ളവരുടെ വലതുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. അവരുടെ വലങ്കരങ്ങൾ എനിക്ക് കാണണം. ഇന്നലകളിൽ വേല ചെയ്തവരാരും ഉയർത്തരുത്. ഇന്ന് രാത്രി മുതൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കാം. അവരുടെ വലങ്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിയാ. ശബർത്തൽ പ്രഭ തലയ്ക്ക് മീതെ ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? ശബർത്തൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 പേര് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ഇത് ചെറിയ കാര്യമല്ല. പിശാച് വിറയ്ക്കുകയാണ്. സാത്താന്യ രാജ്യം വിറച്ചോണ്ടിരിക്കുകയാണ്. പ്രിയരെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ രാജ്യത്തൊരു ദൈവരാജ്യം പണിയാൻ കഴിയും. നമ്മുടെ അധരം അഭിഷേകത്തിന്റെ അധരമായി മാറും. ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിച്ച്, നാവിനെ വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷയുടെ അടുത്ത തലത്തിൽ കയറട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. നീ ആരെയും ഭയക്കരുത്. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം അന്യഭാഷയിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് അതുകൊണ്ട് യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളതിനാ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രൂശിൽ വെളിപ്പെട്ട ജയം ഇന്ന് രാത്രികാലം ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറിയിരിക്കുക. കരങ്ങളുയർ ദൈവത്തെ സ്തുതിക്കുക. യേശു തൻ്റെ ദേഹമെന്ന തിരശീല കീറുവ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് പുറംപറമ്പിൽ കിടന്നവരായ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായതിനാ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ ജീവനുള്ള പുതുവഴി അവൻ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവൻ നമുക്ക് വേണ്ടി പുതുവഴി തുറന്നിരിക്കുക. നമ്മുടെ ഭൗതിക മേഖലകളിൽ, നമ്മുടെ ആത്മീയ മേഖലകളിൽ, നമ്മുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് പുതുവഴി ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത അനുഗ്രഹത്തിന്റെ വഴികളെ കർത്താവ് തുറന്നിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യും.
ആമേൻ. അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം കർത്താവ് നമുക്ക് സാധിപ്പിച്ചു തന്നുവല്ലോ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. വിശുദ്ധരായി ജീവിപ്പാൻ ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള വചനം നമ്മിൽ ഓരോരുത്തരിലും പൂർണ്ണമാക്കേണ്ടതിനായിട്ട് അവൻ നമുക്ക് വേണ്ടി അവന്റെ രക്തത്തിൽ കൂടെ ഒരു ധൈര്യം നൽകി തന്നിരിക്കുക. രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തം ഇന്ന് രാത്രി കാലം നമ്മോട് ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരുന്നതിനാ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ അവനെ വേറെ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ധൈര്യം അവിടെ നമുക്ക് നൽകി തന്നതിനായി കരങ്ങൾ ഉയർന്ന ദൈവത്തെ സ്തുതിക്കും. രാത്രികാലം കർത്താവിന്റെ അഭിഷേകത്തിനെ കർത്താവ് ആമേൻ വളരെ ശക്തിയോടെ ഉപയോഗിച്ചല്ലോ. തന്റെ ശുശ്രൂഷകളെ വീണ്ടും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി, തന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ പ്രത്യാശഗാനം പാടി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മടങ്ങി പോകാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവർ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവർ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവ്വക്ഷാമം നോക്കി വന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്ന് സന്താപമൊക്കെയും തീർത്തിടും നാൾ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്ന് സന്താപമൊക്കെ തീർത്തിടും നാൾ. ശീഘ്രം വരും എന്റെ കാതൽ വരും എന്നിലുല്ലാസമായി ബഹുകാലം വരാം. ശീഘ്രം വരും എന്റെ കാതൽ വരും എന്നിലുല്ലാസമായി
ബഹുകാലം വാഴാം. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഒത്തേടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഒത്തേടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രാത്രികാലം കേട്ട ദൈവത്തിന്റെ വചനത്തെ ആമേനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അജേശ്വർ പ്രാർത്ഥിച്ചാട്ടെ. കരുണാസമ്പന്നനായ ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ. അപ്പൊ നല്ലൊരു സഭായോഗം കർത്താവേ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കെല്ലാം കൂടി വരുവാനും കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും കർത്താവേ. അപ്പൊ ഹാലിൽ നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ കർത്താവേ ഹാലിൽ ഞങ്ങൾ നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. നല്ല സങ്കീർത്തനം നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ദാസനിലൂടെ കർത്താവേ മാറ്റമില്ലാത്ത ഞങ്ങൾ സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വന്ന എല്ലാ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് കർത്താവേ തീരുമാനമെടുത്ത സഹോദരങ്ങളുണ്ട് കർത്താവേ. അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തവര് കർത്താവേ മനസ്സിലാക്കി കർത്താവേ ദിവസങ്ങളിൽ സ്റ്റെപ്പുകളെ വെക്കുവാൻ അവരെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഗൈഡൻസ് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ആത്മാക്കളെ കുറിച്ച് എരിവുള്ളവരായി അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയെ മുറ്റമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയെ ദിവസങ്ങളിൽ പണിയണമേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും അടുക്കി വെച്ച് അപ്പൊ ഞങ്ങൾക്ക് തന്നിരിച്ച ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് ഓടുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭയെ അതിനെ മാറ്റണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആളുടെ ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ദൈവം ഉപയോഗിക്കണമേ. ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്ന അഭിഷേകത്തിന് അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഈ തലമുറയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവകൃപയെ മറയ്ക്കുവാൻ ക്രിസ്തുവിന്റെ കർത്താവേ ഹല്ലേലൂയ ക്രൂശിൽ മറഞ്ഞു നിന്ന് ശുശ്രൂഷകളെ ചെയ്യുവാൻ നിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മടക്ക യാത്രയെ കൂടിയിരിക്കണമേ കർത്താവേ. നാട്ടിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട് കർത്താവേ. അവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവറെ മറയ്ക്കുമാറാകണമേ. ഇന്ന് ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോവാ. സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ മറച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വവും കർത്താവ് എടുത്തതിനായി സ്തോത്രം. വലിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ ബഹുന്നത പരദേ വന്ദനം നിനക്കാമേൻ.
വിധേയകവിന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രത്യേകാൽ അവിടുത്തെ അഭിഷേകത്തിനോടും കുടുംബത്തോടും സൂക്ഷികളോടും കടന്നുപോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ Holy, all creation cries.